സിനിമാ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെ മുൻ ഭാര്യ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് അവളുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് അവർ എന്നും മനോജ് കെ ജയൻ പറഞ്ഞു. ഉർവശി അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലായിരുന്നുവെന്നും വികാരഭരിതയായി മനോജ് കെ ജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. നടന്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ലഭിക്കുന്നത്. പിരിഞ്ഞിട്ടും പങ്കാളിയെ അധിക്ഷേപിക്കാതെ ജീവിക്കുന്നതാണ് മികച്ച മാതൃകയാണെന്നും പലരും കമന്റുകൾ ഇടുന്നുണ്ട്. മാത്രവുമല്ല, പിരിഞ്ഞപ്പോൾ മകളുടെ പേരിൽ തർക്കിക്കാതെ അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു എന്നും ചില കുറിപ്പുകളിൽ പറയുന്നു. എന്നാൽ ഈ സമയത്ത് മഞ്ജു വാര്യറിന്റെയും ദിലീപിന്റെയും വിവാഹമോചനവും മകൾ മീനാക്ഷിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓരോ കമന്റുകളും എടുത്തു നോക്കുമ്പോഴും അത്തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ജുവും ഉർവശിയും മകൾ കുഞ്ഞാറ്റയും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെയും ഇക്കാര്യം പറഞ്ഞ് ആരാധകർ പരസ്പരം പോരടിക്കുന്നതാണ് കണ്ട കാഴ്ച. മകളെ വളർത്തണമെങ്കിൽ ഉർവശി ചേച്ചിയെ പോലെ ആവണമെന്നും സ്വന്തം മകളെ വഴിയിൽ ഉപേക്ഷിച്ച ആളാണ് മഞ്ജു വാര്യരെന്നും കമന്റിൽ പറയുന്നുണ്ട് ചിലർ. എന്നാൽ ഇതിന് മറുപടിയായി മഞ്ജുവിന്റെ ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ്. 15 വയസ്സ് വരെ മഞ്ജു വാര്യർ തന്നെയായിരുന്നു മകളെ വളർത്തിയതെന്നും അച്ഛന്റെ തോന്നിവാസത്തിന് മകൾ കുട പിടിച്ചു പോയതിന് മഞ്ജു വാര്യർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഇവരുടെ ആരാധകർ കുറിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം മഞ്ജുവിന് എന്താണ് സംഭവിച്ചത് എന്ന്. ആരാധകർ കമന്റിൽ പറയുന്നതും ഇത് തന്നെയാണ്. അതേസമയം ദിലീപിനെ വിമർശിച്ചും മനോജ് കെ ജയൻ കാണിച്ച മാതൃക ചൂണ്ടിക്കാട്ടിയും മഞ്ജുവിനെ പിന്തുണച്ചുമുള്ള കമന്റുകളും ചിലർ പങ്കുവെക്കുന്നുണ്ട്. കമന്റുകൾ ഇങ്ങനെയാണ്: മഞ്ജുവിന്റെ മകൾ അച്ഛനോടാണ് ഏറ്റവും അടുപ്പം കാണിക്കുന്നതെന്നും മഞ്ജുവും ദിലീപും പല അഭിമുഖങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണെന്നും കമന്റിൽ പറയുന്നു. മോളെ കേസ് കൊടുത്ത് അടിയും പിടിയും കഴിഞ്ഞ് ചേർത്ത് നിർത്തതിനേക്കാൾ നല്ലത് അച്ഛന്റെ കൂടെ വളരട്ടെ എന്ന് തീരുമാനം എടുത്തതാണ് എന്നാണ്. അത് നല്ല മനസ്സാണ് മഞ്ജുവിന്റെ എന്നും കമന്റുകൾ വരുന്നുണ്ട്. മകളെ വലിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ വലിച്ചു എറിഞ്ഞു പോരാനാണോ അവർ പ്രസവിച്ചത്? മകൾക്ക് വിവരം വെച്ചത് മുതൽ ദിലീപ് മകളെ അമ്മയിൽ നിന്നും അകറ്റിയതാണ്. മനോജാണ് ആ കുട്ടിയുടെ അച്ഛൻ. കുടുംബ പാരമ്പര്യമുള്ള അന്തസ്സുള്ള അച്ഛന്റെ മകൻ. അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും മകളെ പഠിപ്പിച്ചത് ആ അച്ഛനാണ്. ആ അച്ഛനൊപ്പമാണ് പെൺകുട്ടി ജീവിക്കുന്നതും. ആ അച്ഛനും അവരുടെ പുതിയ കുടുംബവും രണ്ടിടത്തും മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒറ്റ നക്ഷത്രമാണ് കുഞ്ഞാറ്റ. ആ കുട്ടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. മുത്തശ്ശന്റെ പാട്ടുകളും അച്ഛന്റെ അമ്മയുടെയും അഭിനയ പ്രതിഭകളും ഒന്നായി ചേർന്ന് അവൾ ഇന്ത്യൻ സിനിമയുടെ മാണിക്യമാകട്ടെ. കമന്റുകൾ പറയുന്നത് ഇത്തരത്തിലാണ്. ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന സമയത്ത് ദിലീപിനൊപ്പം പോകാനായിരുന്നു മകൾ മീനാക്ഷി തീരുമാനിച്ചത്. അമ്മയ്ക്കൊപ്പം എന്തുകൊണ്ട് മകൾ പോകാൻ തയ്യാറായില്ല എന്ന ചോദ്യവും മഞ്ജുവിനോട് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്ക് അറിയാമെന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത്. മകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ദിലീപിനെ ഇപ്പോഴും വിളിക്കാറുണ്ടെന്ന് മഞ്ജു വാര്യർ മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ എറണാകുളം ആലുവയിൽ വീട്ടിലായിരുന്ന നടൻ ദിലീപും കുടുംബവും ഏറെക്കാലം താമസിച്ചിരുന്നത് ചെന്നൈയിലാണ്. കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ദിലീപിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. മൂത്ത മകൾ മീനാക്ഷിയുടെ MBBS പഠനം അടക്കമുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വീട് മാറ്റം. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചത്. അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെയാണ് ഓർക്കുന്നത്. വലിയ ഒരു സിനിമാ താരത്തിന്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യ പിതാവാണെന്നോ ഉള്ള തലയെടുപ്പൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവൻ എന്നാണ് അയൽവാസികൾ പറയുന്നത്. റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികൾക്ക് ദിലീപ് വരുമായിരുന്നില്ല എന്നും കാവ്യ പങ്കെടുക്കുമായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായി മാധവൻ ചേട്ടനെ പരിചയമുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അത് അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് പറയുന്നതല്ല. സത്യസന്ധമായി അങ്ങനെ ആയിരുന്നു. എന്നും രാവിലെ നടക്കാൻ വരും. എല്ലാവരെയും എപ്പോഴും കണ്ടാലും ചിരിക്കുന്ന ഒരു പ്രകൃതം. ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത്. അതിനുശേഷം പിന്നെ ഇവിടേക്ക് വരാറുമില്ല.
3-4 ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ബൈ ഒക്കെ പറഞ്ഞാണ് പോയത്. അടുത്ത തവണ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. താനുമായി നല്ല സൗഹൃദമാണെന്നും ഒരു അയൽവാസി പറഞ്ഞു. വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബവുമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചു കാലം. പിന്നീടാണ് ചെന്നൈയിലേക്ക് താമസം മാറിയത്. അവിടെ ദിലീപും കാവ്യയും കാവ്യയുടെ അച്ഛനും അമ്മയുമാണ് ഒരുമിച്ച് താമസിക്കുന്നത്. കാവ്യയുടെ അമ്മയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ കിടന്നതാണ് എന്നാണ്. തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. ദിലീപ് വരുമായിരുന്നില്ല. കാവ്യ അയൽവാസിയായിരുന്നു. ഓണാഘോഷം പോലുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ വരുമായിരുന്നു. ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യയും അമ്മയും പുറത്തേക്കൊക്കെ വരുമായിരുന്നു. മീനാക്ഷി ഇവിടേക്ക് വരാറില്ല. അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടുമില്ല. മാധവേട്ടൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. വലിയ താരത്തിന്റെ അച്ഛനാണെന്നുള്ള ഭാവവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നടന്ന് കടയിലൊക്കെ പോകുമായിരുന്നു. അയൽവാസികൾ ഇങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നത്.